നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള ദ നൈറ്റ് ട്രെയിൻ അറ്റ് ദിയോളി എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ നടന്നിട്ടുള്ള ചെറിയ കുറച്ച് ഇവൻറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് ആണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നറേറ്റ് ചെയ്യുന്ന ആൾ അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ തീമുകൾ തിയറികൾ അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാനില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഒരു നൈസായിട്ടുള്ളൊരു സ്റ്റോറിയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. When I was at college, I used to spend my summer vacations in Dehra at my grandmother's place. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് സമ്മർ വെക്കേഷൻ അവർ പോകാറുണ്ടായിരുന്നത് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്കായിരുന്നു, അല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്കായിരുന്നു. I would leave the plains early in May and return late in July. അപ്പോൾ മെയ്യിൽ പോയി ജൂലൈയിൽ തിരിച്ചു വരാൻ തരത്തില്ല, വെക്കേഷൻ അവിടെ സ്പെൻഡ് ചെയ്യാൻ തരത്തിലായിരുന്നു അദ്ദേഹം പോകാറുള്ളത്. Deoli was a small station about 30 miles from Dehra. It marked the beginning of the heavy jungles of the Indian Terai. അപ്പോൾ ഇദ്ദേഹത്തിന് പോകേണ്ടത് ആക്ച്വലി ദെഹ്റയിലേക്കാണ്, അവിടെയാണ് അവരുടെ ഗ്രാൻഡ് മദർ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദെഹ്റയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മൈൽസ് മാത്രം ദൂരത്തുള്ള വേറൊരു സ്റ്റേഷനാണ് ഡെയോലി എന്ന് പറയുന്നത്. ഇറ്റ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ഹെവി ജംഗിൾസ് ഓഫ് ദ ഇന്ത്യൻ തെറായ്. അപ്പോൾ അവിടെ നിന്ന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ദിയോളിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷന് ശേഷമാണ് ഹെവി ജംഗിൾസും കാടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. The train would reach Deoli at about 5 in the morning when the station would be dimly lit with electric bulbs and oil lamps, and the jungle across the railway tracks would just be visible in the faint light of dawn. അപ്പോൾ ഈ ഒരു ട്രെയിന് പൊതുവെ അവിടെ ഡിയോളിയിൽ എത്താറുള്ളത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം നല്ല പുലർച്ചെ ആ ഒരു നേരത്താണ്, ഒരു 5 മണി സമയത്താണ് എത്താറുള്ളത്. അപ്പോൾ നമുക്കറിയാം നല്ല വെട്ടം വെളിച്ചമൊന്നും വന്നിട്ടുണ്ടാവില്ല. ആ റെയിൽവേ ട്രാക്കിലുള്ള അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ഒരു വെളിച്ചവും അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബുകളുടെയൊക്കെ അതിങ്ങനെ ഒരു ഡിമ്മായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന മഞ്ഞും തണുപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് എപ്പോഴും ഉണ്ടാവാറുള്ളത്. Deoli had only a lone platform, an office for the station master and a waiting room. അപ്പോൾ അവിടെ ഭയങ്കര എന്താ പറയുക, അധികം തിരക്കൊന്നുമില്ലാത്ത, ആരും പ്രത്യേകിച്ച് ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അതേപോലെ തന്നെ അവിടെ എന്താണ് ഉണ്ടാവാറ്, അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററും അവിടുത്തെ ഒരു വെയിറ്റിംഗ് റൂമും ഒരു ഓഫീസും അത്രയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. The platform boasted a tea stall, a fruit vendor and a few stray dogs. Not much else. അവിടെ ഉണ്ടാവാറുള്ളത് ഒരു ചായക്കട ഉണ്ടാവാറുണ്ട്, ഒരു ഫ്രൂട്ട് വെൻഡർ ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ കുറച്ച് സ്ട്രേ ഡോഗ്സ് തെരുവ് നായ്ക്കളെയും അവിടെ കാണാറുണ്ട്, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നുമില്ല. ബിക്കോസ് ദ ട്രെയിൻ സ്റ്റോപ്ഡ് ദെയർ ഫോർ ഓൺലി 10 minutes ബിഫോർ റഷിംഗ് ഓൺ ഇൻ ടു ദ ഫോറസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കാരണം എന്താ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാതിരിക്കാൻ കാരണം അവിടെ അങ്ങനെ ഒത്തിരി നേരം നിർത്താറില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആ ഒരു കാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാടിൻ്റെ പ്രദേശത്തേക്ക് ട്രെയിൻ കയറുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് അവിടെ നിർത്തിയിടും, അത്ര മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. വൈ ഇറ്റ് സ്റ്റോപ്പ് അറ്റ് ദേവോലി? അപ്പോൾ അദ്ദേഹത്തിന് സംശയമാണ്, എന്തിനാണ് ഈ ദേവോലിൽ എന്തിനാണ് ഇതിങ്ങനെ നിർത്തുന്നത്? ഐ ഡോണ്ട് നോ, നത്തിങ് എവർ ഹാപ്പൻ ഹിയർ. നോബഡി ഗോട്ട് ഓഫ് ദ ട്രെയിൻ ആൻഡ് നോബഡി ഗോട്ട് ഇൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല. പൊതുവേ ഒരു റെയിൽവേ സ്റ്റേഷൻ ആവുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ഇറങ്ങാനുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും കയറാനുണ്ടാവും, അവിടെയാണല്ലോ നിർത്തിയിടുക. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഇവിടെ നിന്ന് ആരും ഇറങ്ങണതും കാണാറില്ല, അവിടെ നിന്ന് ആരും ട്രെയിനിലോട്ട് കയറുന്നതും കാണാറില്ല. There were never any coolies on the platform. കൂലികളെയും കാണാറില്ല. But the train would halt there a full 10 minutes and then a bell would sound, the guard would blow his whistle and presently Deoli would be left behind and forgotten. അപ്പോൾ എന്നിരുന്നാലും അവിടെ നിന്ന് കയറാനും ഇറങ്ങാനും ആരും ഒന്നുമില്ല എന്നുണ്ടെങ്കിലും അവിടെ സ്ഥിരമായിട്ട് 10 മിനിറ്റ് തികച്ച് തന്നെ അവിടെ ട്രെയിൻ നിർത്താറുണ്ട്. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വിസിൽ ശബ്ദം കേൾക്കും, ആ ഒരു ട്രെയിൻ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു സ്ഥിരം പതിവ്. I used to wonder what happened in Deoli behind the station walls. അപ്പോൾ അദ്ദേഹം വിചാരിക്കാറുണ്ട്, എന്താണ് ശരിക്കും ദേവോലിയിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് ഉള്ളതെന്നൊക്കെ അറിയാൻ അദ്ദേഹത്തിന് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഐ ഓൾവേസ് ഫെൽറ്റ് സോറി ഫോർ ദാറ്റ് ലോൺലി ലിറ്റിൽ പ്ലാറ്റ്ഫോം ആൻഡ് ഫോർ ദ പ്ലേസ് ദാറ്റ് നോബഡി വാണ്ടഡ് ടു വിസിറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഭയങ്കര പാവം തോന്നും ആ ഒരു ഏരിയനെ കാണുമ്പോൾ. അതായത് അവിടെ ആരും കാണാനും ഇറങ്ങുന്നില്ല, അവിടെ ആരും ഉണ്ടാവാറുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സോറി ഫീൽ ചെയ്യാറുണ്ട്. ഐ ഡിസൈഡഡ് ദാറ്റ് വൺ ഡേ ഐ വുഡ് ഗെറ്റ് ഓഫ് ദ ട്രെയിൻ അറ്റ് ദേവോലി ആൻഡ് സ്പെൻഡ് ദ ഡേ ദർ ജസ്റ്റ് ടു പ്ലീസ് ദ ടൗൺ. അപ്പോൾ അദ്ദേഹം വിചാരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിവിടെ ഇറങ്ങും, എന്നിട്ട് ആരും ഇവിടെ ഇറങ്ങാറില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ടൗണിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം, എന്നെ കാണാനും ആരെങ്കിലും ഉണ്ടല്ലോ എന്നാൽ ടൗണിനും തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി നോക്കും എന്ന് അദ്ദേഹം വിചാരിക്കാറുണ്ട്. I was 18 visiting my grandmother and the night train stopped at Deoli.
18 വയസ്സാണ്, നമ്മൾ പറഞ്ഞല്ലോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഗ്രാൻഡ് മദറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോഴും പോവാറുള്ളത്. പോകുന്ന വഴിക്ക് ആണ് ഈ ദിയോളി എന്ന് പറയുന്ന സ്റ്റേഷനുള്ളത്. എ ഗേൾ കെയിം ഡൗൺ ദ പ്ലാറ്റ്ഫോം സെല്ലിംഗ് ബാസ്ക്കറ്റ്സ്. അപ്പോൾ അങ്ങനെ പ്രാവശ്യം അദ്ദേഹം പോകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്, അവിടെ ഒരു ഗേളിനെ കാണണം, ഒരു പെൺകുട്ടിയെ കാണണം. ഈ ബാസ്ക്കറ്റുകളൊക്കെ വിൽക്കുന്ന, ചൂരൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ബാസ്ക്കറ്റൊക്കെ വിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണണം. It was a cold morning and the girl had a shawl thrown across her shoulders. തണുത്ത ഒരു പ്രഭാതമാണ്, അല്ലെങ്കിൽ പുലരിയാണ്. അപ്പോൾ അവർ ആ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷോളൊക്കെ അതിന് കഴുത്തിക്കൂടെ ഇട്ടിട്ടുണ്ട്. Her feet were bare and her clothes were old, but she was a young girl walking gracefully and with dignity. അപ്പോൾ അവളുടെ കാലിൽ പറയുന്നത് ചെരുപ്പും കാര്യങ്ങളൊന്നുമില്ല, നഗ്ന പാതയാണ്. അതേപോലെ തന്നെ എന്താണ്, ഡ്രസ്സുകളൊക്കെ നല്ല പഴക്കം ചെന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവൾ എന്താണ്, പക്ഷേ ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയാണ്. When she came to my window, she stopped. അങ്ങനെ ഇദ്ദേഹം ഇരിക്കുന്ന സീറ്റിൻ്റെ വിൻഡോയിൽ വന്നിട്ട് അവൾ നിൽക്കുന്നുണ്ട്. She saw that I was looking at her intently, but at first she pretended not to notice. അപ്പോൾ ഇയാളിങ്ങനെ അവളേനിങ്ങനെ ഭയങ്കര ഇൻറ്റൻ്റായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് ഇവൾ കാണുന്നുണ്ട്. ആദ്യമൊക്കെ ഇവളിങ്ങനെ കാണാത്ത പോലെ നിൽക്കുന്നുണ്ട്. She had pale skin set off by shiny black hair and dark troubled eyes. അവളുടെ ആ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പറയുന്നത്, ഒരു പെയിലായിട്ടുള്ളൊരു സ്കിന്നാണ്, അതേപോലെ തന്നെ ഷൈനി ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഹെയർ ഉണ്ട്, ഡാർക്ക് ആയിട്ടുള്ള ഐസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ദെൻ ദോസ് ഐ സെർച്ചിങ് ആൻഡ് എലോക്കൻ ബെറ്റ് മൈൻഡ്. അപ്പോൾ അങ്ങനെ അവളുടെ കണ്ണും ഇദ്ദേഹത്തിൻ്റെ കണ്ണുമായിട്ട് കൂട്ടിമുട്ടാണ്. ഷി സ്റ്റുഡ് ബൈ മൈ വിൻഡോ ഫോർ സം ടൈം ആൻഡ് neither of us said anything. അപ്പോൾ ഇവൾ അദ്ദേഹത്തിൻ്റെ ജനലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, രണ്ടുപേരും സംസാരിക്കുന്നില്ല. ബട്ട് വെൻ ഷീ മൂവ്ഡ് ഓൺ ഐ ഫൗണ്ട് മൈ സെൽഫ് ലീവിങ് മൈ സീറ്റ് ആൻഡ് ഗോയിങ് ടു ദ കാരേജ് ഡോർ ആൻഡ് സ്റ്റുഡ് വെയിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ലുക്കിംഗ് ദ അതർ വേ. അപ്പോൾ ഇവൾ അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം, അവിടെ നിന്ന് എണീച്ച് പതുക്കെ കാരേജ് ഡോറിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. ഐ വോക്ക്ഡ് അക്രോസ് ടു ദ ടീ സ്റ്റോൾ. എന്നിട്ട് അവിടെ ടീ സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് പോകുന്നുണ്ട്. എ കെറ്റിൽ വാസ് ബോയിലിംഗ് ഓവർ ഓൺ എ സ്മോൾ ഫയർ, ബട്ട് ദ ഓണർ ഓഫ് ദ സ്റ്റോൾ വാസ് ബിസി സർവിംഗ് ടീ സംവർ ഓൺ ദ ട്രെയിൻ. അപ്പോൾ അവിടെ ടീ സ്റ്റോളിൻ്റെ അവിടെ പോയ സമയത്ത് അവിടെ ഒരു കെറ്റിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിൻ്റെ കടയുടെ ഓണർ ട്രെയിനിൽ ചായ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ദ ഗേൾ ഫോളോഡ് മീ ബിഹൈൻഡ് ദ സ്റ്റോൾ. അപ്പോൾ ഈ പെൺകുട്ടി ഇവൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. ഡു യു വോണ്ട് ടു ബൈ എ ബാസ്ക്കറ്റ്, ഷി ആസ്ക്ഡ്. ഇപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട് ബാസ്ക്കറ്റ് വേണോ, കാരണം ഇവൾ ബാസ്ക്കറ്റ് വിൽക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ബാസ്ക്കറ്റ് വേണോ. ദേ ആർ വെരി സ്ട്രോങ് മെയ്ഡ് ഓഫ് ദ ഫൈനസ്റ്റ് കെയിൻ. നോ ഐ സെറ്റ്. അപ്പോൾ ഇവൾ വീണ്ടും പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി അവൾ പറയുന്നത് നല്ല അടിപൊളി ബാസ്ക്കറ്റാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല കെയിന് കൊണ്ട്, അതായത് ചൂരൽ മുളവടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല സാധനമാണെന്നൊക്കെ പറയുന്നത്. അപ്പോഴും അവൻ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് എ ബാസ്ക്കറ്റ്. വി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ ഫോർ വാട്ട് സീംഡ് എ വെരി ലോങ് ടൈം ആൻഡ് ഷീ സെഡ് ആർ യു ഷുവർ യു ഡോണ്ട് വാണ്ട് എ ബാസ്ക്കറ്റ്. അപ്പോൾ വീണ്ടും ഇവിടെ ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ ബാസ്ക്കറ്റ് വേണ്ട എന്നുള്ളത്. ഓൾ റൈറ്റ് ഗിവ് മീ വൺ. ശരി എന്ന് ഒരെണ്ണം താഴെ ഒന്ന് പറഞ്ഞിട്ട് അവനൊന്നും വാങ്ങിക്കുന്നുണ്ട്. ആൻഡ് ഐ ടുക്ക് ദ വൺ ഓഫ് ദ ടോപ്പ് ആൻഡ് ഗാവ് ഹെർ എ റുപ്പി ഹാർഡ്ലി ഡെയറിംഗ് ടു ടച്ച് ഹെർ ഫിംഗേഴ്സ്. അപ്പോൾ എന്തായാലും അവൻ അതിൻ്റെ മേലത്തെ ആ ഒരു ബാസ്ക്കറ്റ് നോക്കിയിട്ട് അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്കൊരു കോയിനും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഷി വാസ് അബൌട്ട് ടു സ്പീക്ക് ദ ഗോഡ് ബ്ലൂ ഹിസ് വിസിൽ. ഷി സെഡ് നത്തിങ്. she said something, but it was lost in the clanging of the bell and the hissing of the engine. അപ്പോഴേക്കും ഇവളെന്തോ പറയാൻ വന്നു ഈ കോയിൻ വാങ്ങിച്ചിട്ട്. അപ്പോഴേക്കും ട്രെയിനിൽ പോകാനുള്ള വിസിലിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോഴേക്കും അവിടുത്തെ ആ ഒരു ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒക്കെ കൂടെ ആയിട്ട് അവൾ പറഞ്ഞ കാര്യം എന്താണെന്ന് അവന് മനസ്സിലായില്ല. ഐ ഹാഡ് ടു റൺ ബാക്ക് ടു മൈ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവർ ഓടിപ്പോയിട്ട് ട്രെയിനിലേക്ക് കയറേണ്ടി വരികയാണ്. ദ കാരേജ് ഷഡൗഡ് ആൻഡ് ജോൾട്ടഡ് ഫോർവേഡ്. അപ്പോൾ അങ്ങനെ ട്രെയിനിനെ കുലുങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐ വാച്ച്ഡ് ഹെർ ആസ് ദ പ്ലാറ്റ്ഫോം സ്ലിപ്ഡ് അവേ. ഷി വാസ് അലോൺ ഓൺ ദ പ്ലാറ്റ്ഫോം ആൻഡ് ഷി ഡിഡ് നോട്ട് മൂവ്, ബട്ട് ഷി വാസ് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സ്മൈലിംഗ്. അപ്പോൾ ഇങ്ങനെ ഇവൻ തിരിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവളെ ഒറ്റയ്ക്ക് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവനെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ട് അവന് കാണുന്നുണ്ട്. ഐ വാച്ച്ഡ് ഹെർ അണ്ടിൽ ദ സിഗ്നൽ ബോക്സ് കെയിം ഇൻ ദ വേ and then the jungle hit the station, but I could still see her standing there alone. അപ്പോൾ അങ്ങനെ ട്രെയിൻ പാസ് ചെയ്ത് ആ കാട്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടെ മൊത്തത്തിൽ മറവായെങ്കിലും അവനിങ്ങനെ തോന്നുന്നുണ്ട് അവൾ അവിടെ നിൽക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ സാറ്റ് അപ്പ് awake for the rest of the journey. ആ യാത്രയുടെ ബാക്കി സമയം ഫുൾ അവങ്ങനെ ഉണർന്നിരിക്കുകയാണ്. I could not rid my mind of the picture of that girl's face and her dark smoldering eyes. അവൻ്റെ മനസ്സിൽ ഫുൾ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മുഖവും അവളുടെ ആ ഒരു കറുത്തിരുണ്ട കണ്ണുകളൊക്കെ ആയിരുന്നു. But when I reached Dehra, the incident became blurred and distant. For there were other things to occupy my mind. അപ്പോൾ അവിടെ ഗ്രാൻഡ് മദറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ മൈൻഡ് ഫുള്ള് മാറി. വേറെ ഒരുപാട് ചിന്തകളൊക്കെ വന്നതുകൊണ്ട് അവളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ബ്ലർഡായിപ്പോയി, അതൊക്കെ മങ്ങിപ്പോയി. ഇറ്റ് വാസ് ഓൺലി വെൻ ഐ വാസ് മേക്കിംഗ് ദ റിട്ടേൺ ജേർണി 2 months later that I remembered the girl. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴാണ് ഇവന് വീണ്ടും ആ ഒരു പെൺകുട്ടിയുടെ ഓർമ്മ വരുന്നത്. ഐ വാസ് ലുക്കിംഗ് ഔട്ട് ഫോർ ഹർ ആസ് ദ ട്രെയിൻ ഡ്രൂ ഇൻ ടു ദ സ്റ്റേഷൻ ആൻഡ് ഐ ഫെൽറ്റ് ആൻ അൺഎക്സ്പെക്ടഡ് ത്രിൽ വെൻ ഐ സോ ഹർ വാക്കിംഗ് അപ്പ് ടു ദ പ്ലാറ്റ്ഫോം. ഐ സ്പ്രാങ് ഓഫ് ദ ഫുഡ് ബോർഡ്
ആൻഡ് വേവ് ടു ഹർ. തിരിച്ചു വരുന്ന സമയത്തും ഇതേപോലെ അവളെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവളെ കണ്ടപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായിട്ടാണ് അവൻ അവളെ കാണിച്ചിട്ട് അല്ലെങ്കിൽ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേവ് ചെയ്ത് കാണിക്കുകയാണ്, കൈ വീശി കാണിക്കുകയാണ് അവളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. വെൻ ഷീ സോ മീ ഷീ സ്മൈൽഡ്. ഇവനെ കണ്ടവഴിക്കും അവൾക്ക് മനസ്സിലായി, അവളും ചിരിക്കുന്നുണ്ട്. ഷി വാസ് പ്ലീസ്ഡ് ദാറ്റ് ഐ റിമെമ്പേർഡ് ഹർ. ഐ വാസ് പ്ലീസ്ഡ് ദാറ്റ് ഷീ റിമെമ്പേർഡ് മീ. വി വർ ബോത്ത് പ്ലീസ്ഡ് ആൻഡ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ മീറ്റിംഗ് ഓഫ് ഓൾഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് രണ്ടുപേർക്കും ഏതോ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. And she did not go down the length of the train selling baskets but came straight to the tea stall. Her dark eyes were suddenly filled with light. അങ്ങനെ ഇവൾ ആ ട്രെയിനിൻ്റെ അടുത്തേക്കൊന്നും വരേണ്ട നേരെ ടീ സ്റ്റോളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഉള്ള ഒരു കണ്ണ് കണ്ടാൽ തന്നെ ഒരു പ്രകാശം അതിലിങ്ങനെ ഫില്ല് ചെയ്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. We said nothing for some time but we couldn't have been more eloquent. I felt the impulse to put her on the train there and take her away with me. I could not bear the thought of having to watch her recede into the distance of Deoli station. അപ്പോൾ ഇവനിങ്ങനെ ആ എക്സൈറ്റ്മെൻറ്റ് എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ട്രെയിൻ എടുത്ത് പോകുമ്പോഴേക്കും ഇവൾ അവിടെ നിൽക്കും, ഇവൻ ഇവിടെ നിന്ന് പോകുമല്ലോ. അപ്പോൾ അവളങ്ങനെ അകന്ന് പോകുന്ന ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ആ സീൻ അവന് ആലോചിക്കാൻ പോലും വയ്യ. അവനൊരു ചിന്ത അങ്ങനെ വരുമ്പോൾ തന്നെ അവനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്. I took the baskets from her hand and put them down on the ground. അപ്പോൾ അവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഫ്രം ഹർ ഹാൻഡ് ആൻഡ് പുട്ട് ദം ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. അത് എടുത്തിട്ട് അവൻ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നുണ്ട് അവളുടെ കയ്യിലുള്ള ബാസ്ക്കറ്റുകൾ. ഷി പുട്ട് ഓൺ ഹർ ഹാൻഡ് ഓൺ വൺ ഓഫ് ദം ബട്ട് ഐ കോട്ട് ഹർ ഹാൻഡ് ആൻഡ് ഹെൽഡ് ഇറ്റ്. അപ്പോൾ ഇവൾ വിചാരിക്കും ശരി ഇതൊന്നും ഒന്ന് എടുക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇവളതെന്ന് പറഞ്ഞാൽ എടുത്ത് അവന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ വേഗം അവളെ കയ്യിൽ പിടിക്കുകയാണ്. ഐ ഹാവ് ടു ഗോ ടു ഡൽഹി ഐ സെഡ്. ഷീ നോഡഡ്. അപ്പോൾ എനിക്ക് ഡൽഹി പോകണം, അതായത് ഇവനിപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് അല്ല വേണ്ടത് എന്നുള്ള രീതിയിൽ എനിക്ക് ഡൽഹി പോകണം എന്ന് പറയുകയാണ്. അവൾ തലയാട്ടി കൊടുക്കുന്നുണ്ട്. ഐ ഡു നോട്ട് ഹാവ് ടു ഗോ എനിവർ. അപ്പോൾ അവൾ പറയാം എനിക്ക് പിന്നെ എവിടെയും പോകാനില്ല എന്നും അവൾ പറയുന്നുണ്ട്. ദ ഗാർഡ് ബ്ലൂ ഹിസ് വിസിൽ ഫോർ ദ ട്രെയിൻ ടു ലീവ് ആൻഡ് ഹൗ ഐ ഹേറ്റഡ് ദ ഗാർഡ് ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പോഴേക്കും വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞ് ഗാർഡ് വിസിൽ ഊതുന്നുണ്ട്. അപ്പോഴേക്കും ഇവനെ തോന്നുകയാണ് ആദ്യമായിട്ട് അവൻ ആ ഗാർഡിനോട് പോലും ഒരു ദേഷ്യം തോന്നുകയാണ്, ഇത്ര പെട്ടെന്ന് 10 മിനിറ്റ് കഴിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട്. ഐ വിൽ കം അഗെയിൻ ഐ സെഡ്. വിൽ യു ബി ഹിയർ? അപ്പോൾ ഞാൻ ഇനിയും വരും, നീ ഇവിടെ ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഷി നോഡഡ് അഗെയിൻ ആൻഡ് ആസ് ഷി നോഡഡ് ദ ബെൽ ക്ലാങ്ഡ് ആൻഡ് ദ ട്രെയിൻ സ്ലിഡ് ഫോർവേഡ്. അവൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തലയാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. I had to range my hand away from the girl and run for the moving train. This time I did not forget her. അപ്പോൾ മേഘ അവളുടെ കയ്യിൽ നിന്ന് കൈ വിട്ടിട്ട് ഓടിപ്പോയി ട്രെയിനിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തവണ ഒരിക്കലും അവൻ ഇനി അവളെ മറക്കില്ല. അത് മുന്നത്തെ തവണ കണ്ട വഴിക്ക് തിരിച്ച് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്ക് മറന്നുപോയി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇപ്രാവശ്യം അവൻ എന്തായാലും മറക്കില്ല എന്ന് അവന് ഉറപ്പാണ്. ഷി വാസ് വിത്ത് മീ ഫോർ ദ റിമൈൻഡർ ഓഫ് ദ ജേർണി ആൻഡ് ഫോർ ലോങ് ആഫ്റ്റർ. ഇപ്പോൾ ഒരു യാത്രയിലുടനീളവും അതേപോലെ തന്നെ അതിന് ശേഷവും കുറേ സമയം അവൻ്റെ മനസ്സിലെ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഇയർ ഷി വാസ് എ ബ്രൈറ്റ് ലിവിങ് തിങ്. ആ ഒരു വർഷം മുഴുവൻ അവൻ്റെ മനസ്സിൽ അവളുടെ ഒരു മെമ്മറീസ് ഉണ്ടായിരുന്നു. ആൻഡ് വെൻ ദ കോളേജ് ടേം ഫിനിഷ്ഡ് ഐ പാക്ഡ് ഇൻ ഹേസ് ആൻഡ് ലെഫ്റ്റ് ഫോർ ദെഹ്റ ഏർലിയർ ദാൻ യൂഷ്വൽ. അതേപോലെ വീണ്ടും വെക്കേഷൻ വരികയാണ് അടുത്ത വർഷം. അപ്പോഴേക്കും സാധാരണത്തേക്കാൾ നേരത്തെ അവൻ എന്ത് ചെയ്യാണ്, പുറപ്പെട്ടിട്ട് പോവുകയാണ് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക്. മൈ ഗ്രാൻഡ് മദർ വുഡ് ബി പ്ലീസ്ഡ് അറ്റ് മൈ ഈഗർനെസ് ടു സീ ഹർ. ഗ്രാൻഡ് മദറിന് ഭയങ്കര സന്തോഷമാവുമല്ലോ, ഇത്രയും തിരക്കിട്ട് കോളേജ് അടച്ച വഴിക്ക് പേരക്കുട്ടി കാണാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഇവൻ്റെ ഉദ്ദേശം അവളെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഐ വാസ് നെർവസ് ആൻഡ് ആങ്ഷ്യസ് ആസ് എ ട്രെയിൻ ഡ്രൂ ഇൻ ടു ഡിയോളി because I was wondering what I should say to the girl and what I should do. അപ്പോൾ അങ്ങനെ ദേവോളിയിലേക്ക് എത്താറാകുമ്പോഴേക്കും ഇവനിങ്ങനെ ആങ്സൈറ്റി കൂടണമോ, അവളെ കാണുമ്പോൾ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമെങ്കിൽ അവനിങ്ങനെ ഭയങ്കര ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യാണ്. I was determined that I wouldn't stand helplessly before her, hardly able to speak or do anything about my feelings. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഹെൽപ്ലെസ് ആയിട്ട് അവളുടെ മുന്നിൽ എന്തായാലും ഞാൻ ഇപ്രാവശ്യം നിൽക്കില്ല, അല്ലെങ്കിൽ നിൽക്കരുതായിരുന്നു എന്നുള്ള പോലെയൊക്കെ അവന് ഫീൽ ചെയ്യാണ്. ദ ട്രെയിൻ കെയിം ടു ഡിയോളി ആൻഡ് ഐ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ പ്ലാറ്റ്ഫോം ബട്ട് ഐ കുഡ് നോട്ട് സീ ദ ഗേൾ എനിവർ. ഡിയോളി എത്തുന്നുണ്ട്, പക്ഷേ അവൾ ആരെയും കാണുന്നില്ല, നമ്മുടെ പെൺകുട്ടീനെ കാണുന്നില്ല. ഐ ഓപ്പൺ ദ ഡോർ ആൻഡ് സ്റ്റെപ്ഡ് ഓഫ് ദ ഫുഡ് ബോർഡ്. അങ്ങനെ ഡോർ തുറന്ന് ഫുഡ് ബോർഡിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. ഐ വാസ് ഡീപ്ലി ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഓവർകം ബൈ എ സെൻസ് ഓഫ് ഫോർബോഡി. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു ഡു സംതിങ് ആൻഡ് സോ ഐ റാൻ അപ്പ് ടു ദ സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് സെഡ്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, അപ്പോഴും നിരാശ തന്നെയാണ് ഫലം, അവളെ കാണുന്നില്ല. അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ച് ഓടിപ്പോയി സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ഡു യു നോ ദ ഗേൾ ഹു യൂസ്ഡ് ടു സെൽ ബാസ്ക്കറ്റ്സ് ഹിയർ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ബാസ്ക്കറ്റ് വിറ്റ് നടന്നിരുന്നൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയോ എന്ന് പോയി ചോദിക്കുന്നുണ്ട്. നോ ഐ ഡോണ്ട് സെഡ് ദ സ്റ്റേഷൻ മാസ്റ്റർ. ഇല്ല എനിക്കറിയില്ല കേട്ടോ എന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത്. ആൻഡ് യു വുഡ് ബെറ്റർ ഗെറ്റ് ഓൺ ദ ട്രെയിൻ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ട്രെയിൻ മിസ്സാവുന്നുണ്ടാവണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി ട്രെയിനിൽ കയറിക്കോ എന്നാണ് അയാൾ പറയുന്നത്. But I paced up and down the platform and stared over the railings at the station yard. All I saw was a mango tree and a dusty road leading into the jungle.
അപ്പോൾ അവൻ ആ നോക്കുന്ന സമയത്തൊക്കെയും അവിടെ കാണുന്നത് ആ പെൺകുട്ടിയുടെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. നോക്കുമ്പോഴൊക്കെയും കാണുന്ന ഒരു മാംഗോ ട്രീയും അതേപോലെ തന്നെ ഒരു ഡസ്റ്റി ആയിട്ടുള്ള റോഡും മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. വേർ ഡിഡ് ദ റോഡ് ഗോ? എവിടേക്കായിരിക്കും ഇപ്പോൾ ഈ റോഡ് പോകുന്നുണ്ടാവാം? ദ ട്രെയിൻ വാസ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ ആൻഡ് ഐ ഹാഡ് ടു റൺ അപ്പ് ദ പ്ലാറ്റ്ഫോം ആൻഡ് ജംപ് ഫോർ ദ ഡോർ ഫോർ മൈ കമ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ട്രെയിൻ എടുത്തപ്പോൾ ഇവൻ ഓടിപ്പോയിട്ട് അതിനകത്ത് കയറുന്നുണ്ട്. ദെൻ ആസ് ദ ട്രെയിൻ ഗാതേർഡ് സ്പീഡ് ആൻഡ് റഷ്ഡ് ത്രൂ ദ ഫോറസ്റ്റ് ഐ സാറ്റ് ബ്രൂഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വിൻഡോ. അപ്പം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ആ ഒരു വിൻഡോൻ്റെ മുന്നിൽ ഇങ്ങനെ നിരാശനായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, അവൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ നശിച്ചു പോയില്ലേ, ആ ഒരു ഫീലിങ്ങിൽ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. വാട്ട് കുഡ് ഐ ഡു അബൌട്ട് ഫൈൻഡിങ് എ ഗേൾ ഐ ഹാഡ് സീൻ ഓൺലി ട്വൈസ്, who had hardly spoken to me and about whom I knew nothing, absolutely nothing, but for whom I felt a tenderness and responsibility that I have ever felt before. അപ്പം അവൻ വിചാരിക്കണം, ആകെ 2 വട്ടം മാത്രം കണ്ടിട്ടുള്ള, മര്യാദക്കൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആ ഒരു കുട്ടീനെ ഞാൻ ഇനി എങ്ങനെ പോയിട്ട് കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഇത്രയൊന്നും സംസാരിക്കുകയോ അല്ലെങ്കിൽ 2 വട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നിരുന്നാലും അവൻ ആ ഒരു ടെൻഡർനെസ്സും അതേപോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയും അത്തരത്തിലുള്ള പല ഫീലിങ്സും അവൻ ആ പെൺകുട്ടിയോട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെ അവളെ കണ്ടുപിടിക്കും എന്നാണ് അവന് തോന്നുന്നത്. മൈ ഗ്രാൻഡ് മദർ വാസ് നോട്ട് പ്ലീസ്ഡ് വിത്ത് മൈ വിസിറ്റ് ആഫ്റ്റർ ഓൾ ബിക്കോസ് ഐ ഡിഡൻറ്റ് സ്റ്റേ അറ്റ് ഹെർ പ്ലേസ് ഫോർ മോർ ദാൻ എ കപ്പിൾ ഓഫ് വീക്സ്. പക്ഷേ അവൻ നേരത്തെ വന്നതിൽ ഗ്രാൻഡ് മദറിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് പോകുന്നതിൽ വലിയ സന്തോഷമില്ല. കാരണം എന്താ, ഇവൻ ഫുൾ ഡേ അവിടെ നിന്നില്ല, വെക്കേഷൻ ഫുള്ള് നിന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു പോരുകയാണ്. കാരണം എന്താ, പെട്ടെന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങാനും അവളെ കണ്ടാലോ എന്ന് വിചാരിച്ചാൽ അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയാണ്. അതിൽ ഗ്രാൻഡ് മദറിന് നല്ല വിഷമമുണ്ടെന്നാണ് പറയുന്നത്. ഐ ഫെൽറ്റ് റെസ്റ്റ്ലെസ് ആൻഡ് ഇൽ അറ്റ് ഈസ്, സോ ഐ ടുക്ക് ദ ട്രെയിൻ ബാക്ക് ടു ദ പ്ലെയിൻസ് meaning to ask further questions of the station master at Deoli. എന്നിട്ട് അവൻ വീണ്ടും തിരിച്ചു വന്നിട്ട് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ എന്താണ് കാര്യങ്ങൾ, എവിടെ പോയി എന്നുള്ള ഒന്നും കൂടി ചോദിക്കാം എന്നൊക്കെ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് Deoli there was a new station master. പക്ഷെ അവിടെ എത്തി നോക്കി കഴിഞ്ഞപ്പോൾ എന്താ, പഴയ സ്റ്റേഷൻ മാസ്റ്റർ അല്ല, ഇത് പുതിയൊരാളാണ്. The previous man had been transferred to another post within the past week. പഴയ ആൾ ട്രാൻസ്ഫർ ആയിപ്പോയി. ദ ന്യൂ മാൻ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ദ ഗേൾ ഹൂ സോൾഡ് ബാസ്ക്കറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കും എന്ത് അറിയില്ല, ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്ക് ഒരു വിവരമില്ല ബാസ്ക്കറ്റ് വിറ്റിരുന്ന പെൺകുട്ടിയെക്കുറിച്ച്. ഐ ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ടീ സ്റ്റോൾ, എ സ്മോൾ ഷ്രിവൽഡ് അപ്പ് മാൻ വെയറിംഗ് ഡ്രേസി ക്ലോത്ത്സ് ആൻഡ് ആസ്ക്ഡ് ഹിം ഇഫ് ഹി ന്യൂ എനിത്തിങ് അബൌട്ട് ദ ഗേൾ വിത്ത് ദ ബാസ്ക്കറ്റ്സ്. അങ്ങനെ ചായക്കടക്കാരോടും കൂടെ പോയിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ച് പോയി ചോദിക്കുന്നുണ്ട്. യെസ് ദർ വാസ് സച്ച് എ ഗേൾ ദ ഐ റിമെമ്പർ ക്വൈറ്റ് വെൽ. അപ്പോൾ അത് പറയാം, ശരിയാണ്, ഇവിടെ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. He said, but she has stopped coming now. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പം കാണാറില്ല, ഇപ്പോൾ വരുന്നത് നിർത്തിയിട്ടുണ്ട്. ഇവൻ വീണ്ടും വൈ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻ ടു ഹെർ, അവൾക്ക് ഇപ്പോൾ എന്താ പറ്റിയെന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. ഹൗ ഷുഡ് ഐ നോ സെഡ് ദ മാൻ. എനിക്ക് എങ്ങനെ അറിയാനാ, ഷി വാസ് നത്തിങ് ടു മീ, എനിക്ക് അവൾ പ്രത്യേകിച്ച് ആരുമല്ല, പിന്നെ ഞാൻ എന്തിനൊക്കെ അന്വേഷിക്കണേ എന്നാണ് ചായക്കടക്കാരൻ കൊടുക്കുന്ന മറുപടി. ആൻഡ് വൺസ് അഗൈൻ ഐ ഹാഡ് ടു റൺ ഫോർ ദ ട്രെയിൻ. പ്രാവശ്യം അവൻ ഓടി ട്രെയിനിൽ കയറേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആസ് ദ Deoli platform receded, I decided that one day I would have to break journey there, spend a day in the town, make enquiries and find the girl who had stolen my heart with nothing but a look from her dark impatient eyes. അപ്പം ഇവൻ വിചാരിക്കും, ഒരു ദിവസം ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് അവളെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും, ഒരു നോട്ടം കൊണ്ട് തന്നെ എൻ്റെ ഒരു ഹൃദയം കവർന്നെടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെ ഇവൻ വിചാരിക്കുന്നുണ്ട്. With this thought, I consoled myself throughout my last term in college. I went to Dehra again in the summer, and when in the early hours of the morning the night train drew into the Deoli station, I looked up and down the platform for signs of the girl, knowing I wouldn't find her but hoping just the same. അപ്പോൾ വീണ്ടും അടുത്ത വെക്കേഷൻ ആവുകയാണ്. അപ്പോഴും അവൻ എന്ത് ചെയ്യണം, ഓടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ യാത്ര പുറപ്പെടുന്നുണ്ട്. Deoliയിൽ എത്തുമ്പോൾ അവിടെയും അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്, കാണില്ല എന്നൊരു ഉറപ്പ് അവനുണ്ട്. എന്നാലും അവനൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എങ്ങാനും കണ്ടാലോ എന്നുള്ളൊരു ധാരണയിൽ. Somehow I couldn't bring myself to break the journey at Deoli and spend a day there. If it was all fiction or a film, I reflected, I would have gone down and cleaned up my mystery and reached a suitable ending for the whole thing. I think I was afraid to do this. അപ്പോൾ അവനവിടെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അവൻ അതിനോട് എന്താ പറയുക, സിനിമയൊന്നും അല്ലല്ലോ, നമ്മളിപ്പോൾ അതിനായിട്ടൊരു സ്ഥലത്ത് ഇറങ്ങി അവളെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിലൊക്കെ ആണെങ്കിൽ നടക്കും. I was afraid of discovering what really happened to the girl. അപ്പോൾ അവനക്ക് പേടി തോന്നുകയാണ്, എന്തായിരിക്കും ശരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ പോലും അവനൊരു പേടി തോന്നുകയാണ്. പെർഹാപ്സ് ഷി വാസ് നോ ലോങ്ങർ ഇൻ Deoli, പെർഹാപ്സ് ഷി വാസ് മാരീഡ്, ചിലപ്പോൾ അവൾ ആ സ്ഥലം വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. പെർഹാപ്സ് ഷി ഹാഡ് ഫോളൻ ഇൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ വന്നിട്ടുണ്ടായിരിക്കും. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഐ ഹാവ് പാസ്ഡ് ത്രൂ Deoli മെനി ടൈംസ്. പല തവണ അവനോട് കൂടെ പാസ് ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. ആൻഡ് ഐ ഓൾവേസ് ലുക്ക് ഔട്ട് ഓഫ് ദ കാരേജ് വിൻഡോ ഹാഫ് എക്സ്പെക്ടിങ് ടു സീ ദ സെയിം അൺചേഞ്ച്ഡ് ഫേസ് സ്മൈലിംഗ് അറ്റ് മീ. അപ്പോഴൊക്കെ ഇവൻ പ്രതീക്ഷിക്കും, ആ ഒരു മാറാത്തൊരു പുഞ്ചിരിക്കുന്ന ഒരു മുഖം എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നുള്ള ധാരണയിൽ അവൻ ഇങ്ങനെ നോക്കാറുണ്ട്. ഐ വണ്ടർ വാട്ട് ഹാപ്പൻസ് ഇൻ Deoli ബിഹൈൻഡ് ദ സ്റ്റേഷൻ വാൾസ്.
ബട്ട് ഐ വിൽ നെവർ ബ്രേക്ക് മൈ ജേർണി ദർ. പക്ഷെ ഒരിക്കലും അവൻ എന്ത് ചെയ്തില്ല, ആ ഒരു യാത്ര അവിടെ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് മേ സ്പോയിൽ മൈ ഗെയിം. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ഗെയിം തന്നെ സ്പോയിലായിപ്പോൾ. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഡയറക്റ്റ് മീനിങ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി അവളെ അന്വേഷിക്കാനുള്ള സാഹസികമായിട്ടുള്ള പരിപാടിയൊന്നും അദ്ദേഹം ചെയ്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു സംഭവം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് അവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് അവസാനിപ്പിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മറിച്ച് ആ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ച് വരേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ പ്രിഫർ ടു കീപ് ഹോപ്പിംഗ് ആൻഡ് ഡ്രീമിംഗ് ആൻഡ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ദാറ്റ് ലോൺലി പ്ലാറ്റ്ഫോം വെയിറ്റിംഗ് ഫോർ ദ ഗേൾ വിത്ത് ദ ബാസ്ക്കറ്റ്. അദ്ദേഹം അപ്പോഴൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട് അവളെ വീണ്ടും കാണുമെന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി പരിശ്രമിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു യാത്ര ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് നമ്മളൊരു ബ്രേക്ക് വരുത്തുക, അങ്ങനെ ഒരിക്കലും ചെയ്യുന്നില്ല അദ്ദേഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ നെവർ ബ്രേക്ക് മൈ ജേർണി അറ്റ് ദിയോലി ബട്ട് ഐ പാസ് ത്രൂ ആസ് ഓഫൺ ആസ് ഐ ക്യാൻ. മാക്സിമം തവണ അദ്ദേഹം അത് കൂടെ പാസ് ചെയ്യാറുണ്ട്, പക്ഷേ അദ്ദേഹം ഒരിക്കലും ദിയോലിയിൽ ഇറങ്ങി നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. താങ്ക് യു.